ഓൺലൈൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ 8ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കാർഡിയോവാസ്കുലർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സും അതിന്റെ MCQs വിത്ത് ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. പുതിയ ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question number 21. Earliest sign of cardiogenic shock is dash. Option A, peripheral vascular resistance. Option B, altered level of consciousness. Option C, pitting edema. And option D, heart murmurs. കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇവിടെ ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പെട്ടെന്ന് നിന്നു പോകുന്നു. കാർഡിയോജനിക് ഷോക്കിന്റെ പ്രധാനമായിട്ടും കാരണം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മെഡിക്കൽ എമർജൻസി കണ്ടീഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാർഡിയോജനിക് ഷോക്കിന്റെ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. 2 സൈനോസിസ്. ഇതിന്റെ കാരണം ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണ്. പല സ്ഥലങ്ങളിലേക്കും അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് എത്തുന്നില്ല. ദാറ്റ് ലീഡ്സ് ടു സൈനോസിസ്. 3 കോൾഡ് ആൻഡ് ക്ലാമി സ്കിൻ. സെയിം റീസൺ ആണ്, ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സർക്കുലേഷൻ. Then 4 മോട്ടിൽഡ് എക്സ്ട്രിമിറ്റീസ്. മോട്ടിൽഡ് എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുക കൈകാലുകൾ തണുത്ത് മരവിച്ച അവസ്ഥ ഉണ്ടാവുക. കൈകൾ കാലിലും തൊട്ട് നോക്കുമ്പോഴേക്കും സ്കിന്ന് തണുത്ത് മരവിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. Then 5 പെരിഫറൽ പൾസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. പെരിഫറൽ പൾസ് ഫെയിന്റ് ആവുന്നു, അല്ലെങ്കിൽ റാപ്പിഡ് ആവുന്നു, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഇറഗുലർ ആയിട്ട് അനുഭവപ്പെടുന്നു. അതിന്റെ ഒരു റെഗുലാരിറ്റി വളരെ കാര്യമായിട്ട് ബാധിക്കപ്പെടുന്നു കാർഡിയോജനിക് ഷോക്കുള്ള അവസ്ഥയിൽ. ഏർലിയസ്റ്റ് സൈൻ ഓഫ് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത് ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ആണ്. കാരണം ഹാർട്ടിന്റെ പമ്പിംഗ് എബിലിറ്റി പെട്ടെന്ന് നിന്നു പോവുകയും അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ബോഡി പാർട്സിൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് കോൺഷ്യസ്നസ്സിലുള്ള ചേഞ്ചസ് ആണ്. പെട്ടെന്ന് ക്ലൗഡി ആവും, കൺഫ്യൂസ്ഡ് ആവും, ഇറിറ്റബിൾ ആകും, ചില സമയത്ത് ബോധം കെട്ട് വീഴാം. ഇതെല്ലാമാണ് ഇതിന്റെ ഏർലിയസ്റ്റ് സൈൻ എന്ന് പറയുക. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. Question number 22. Drug of choice to treat cardiogenic shock is option A, dopamine, option B, NTG, option C, adrenaline, option D, lignocaine. ഡോപ്പമിൻ ആൻഡ് ഡോബൂട്ടാമിൻ എന്ന് പറയുന്ന 2 ഡ്രഗുകളാണ് ഹാർട്ടിന്റെ കോൺട്രാക്റ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇത് കാർഡിയോജനിക് ഷോക്കിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തു വരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഡോപ്പമിൻ എന്നുള്ള ഓപ്ഷൻ ആണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. The drug of choice to treat cardiogenic shock is option A, dopamine. Question number 23. Dash is the diagnostic and monitoring tool for determining the severity of a shock state. Option A, CVP line. Option B, indwelling urinary catheter. Option C, IABA, that is intra-aortic balloon pump. Option D, pulmonary artery catheter. Right atrium, right ventricle and pulmonary artery തുടങ്ങിയിട്ടുള്ള ഹാർട്ടിന്റെ സ്ട്രക്ചറുകളിലെ ബ്ലഡിന്റെ പ്രഷറിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പൾമണറി ആർട്ടറി കാത്തറ്റർ. അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കുള്ള ബ്ലഡിന്റെ ഫില്ലിംഗ് പ്രഷറിനെ മെഷർ ചെയ്യുക. ഈ ഫില്ലിംഗ് പ്രഷറിനെ വിളിക്കുക വെഡ്ജ് പ്രഷർ എന്നാണ്. ഈ വെഡ്ജ് പ്രഷർ മെഷർ ചെയ്യാനും പൾമണറി ആർട്ടറി കാത്തറ്റർ യൂസ് ചെയ്യുന്നു. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൾമണറി ആർട്ടറി കാത്തറ്റർ എന്നുള്ളതാണ്. Pulmonary artery catheter is a diagnostic and monitoring tool for determining the severity of a shock state. Question number 24. Blood pressure 142/90 mm of Hg is interpreted as option A, pre-hypertension, option B, stage 1 hypertension, option C, stage 2 hypertension, option D, stage 3 hypertension. ഹൈപ്പർ ടെൻഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേജസ് ആണ് ഈ ടേബിളർ കോളത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് കണക്കാക്കുക സിസ്റ്റോളിക് വേഴ്സസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ദാറ്റ് ഈസ് 120/80 mm of Hg ആണ്. എലിവേറ്റഡ് ഓർ പ്രീ ഹൈപ്പർടെൻസീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 to 129 ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ലെസ് ദാൻ 80 mm of Hg ഉണ്ടായിരിക്കുമ്പോഴാണ്. ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1 എന്ന് വിളിക്കുന്നത് 130 to 139 സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും 80 to 89 mm of Hg ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും റേഞ്ച് ചെയ്യുമ്പോഴാണ്. ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 എന്ന് വിളിക്കുന്നത് ബ്ലഡ് പ്രഷറിന്റെ അളവ് 140/90 mm of Hgയോ അതിന് മുകളിലോ റേഞ്ച് ചെയ്യുമ്പോഴാണ്. എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസി കണ്ടീഷനായ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ബ്ലഡ് പ്രഷർ
സിസ്റ്റോളിക് വേഴ്സസ് ഡയസ്റ്റോളിക് ആയി 180/120 mm of Hgക്ക് മുകളിലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ ഒരു മെഡിക്കൽ എമർജൻസി അറ്റൻഷൻ പേഷ്യന്റിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ബ്ലഡ് പ്രഷർ 142/90 mm of Hg എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. Question number 25. How the kidney help Correct answer is option B, excrete sodium and excrete water. The kidneys helps to normalize blood pressure by excreting sodium and excreting water. Question number 26. Baroreceptors control option A, blood pressure, option B, arterial oxygen tension, option C, SpO2, option D, stroke volume. ബാരോറിസെപ്റ്റേഴ്സ് ആൻഡ് കീമോറിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആർച്ച് ഓഫ് അയർട്ടയെ ലൊക്കേറ്റ് ചെയ്യുന്ന നെർവ് റിസെപ്റ്റേഴ്സ് ആണ്. ഈ റിസെപ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുക ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഐഡന്റിഫൈ ചെയ്യുക, ഈ ഇൻഫർമേഷൻ വാസോമോട്ടർ സെന്ററിലേക്ക് അതായത് മിഡിൽ ഓബ്ലങ്ങേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബ്ലഡ് പ്രഷർ. ബാരോറിസെപ്റ്റേഴ്സ് കൺട്രോൾ ബ്ലഡ് പ്രഷർ ബൈ സിഗ്നലിംഗ് ദിസ് ഇൻഫർമേഷൻ ടു ദ വാസോമോട്ടർ സെന്റർ. Question number 27. Persistently elevated blood pressure with an unknown cause is known as option A, stage 1 hypertension, option B, malignant hypertension, option C, primary hypertension, and option D, chronic hypertension. അൺനോൺ കാരണങ്ങൾ കൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന സിറ്റുവേഷനെ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ട് ബ്ലഡ് പ്രഷറിന് ഉണ്ടാകുന്ന ചേഞ്ചസ്, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഈറ്റിയോളജിക്കൽ ഫാക്ടർ ബേസ് ചെയ്തിട്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുമ്പോൾ അതിനെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നാണ് വിളിക്കുക. മലിഗ്നന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഹൈപ്പർ ടെൻഷൻ ഷൂട്ടിനെയാണ്. ഇതൊരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഹൈപ്പർ ടെൻഷൻ ക്രൈസിസ് എന്നും മലിഗ്നന്റ് ഹൈപ്പർ ടെൻഷനെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. പെർസിസ്റ്റന്റ്ലി എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ വിത്ത് ആൻ അൺനോൺ കോസ് ഇസ് നോൺ ആസ് primary hypertension. Question number 28. How furosemide helps to control blood pressure? Option A, it dilates renal blood vessels. Option B, it deactivates sympathetic nervous system. Option C, activate RAAS mechanism, renin-angiotensin mechanism. Option D, decrease reabsorption of sodium and water in the loop of Henle. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഡിക്രീസസ് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഇൻ ലൂപ്പ് ഓഫ് ഹെൻലെ എന്നുള്ളതാണ്. ഫ്രൂസമൈഡ് എന്ന് പറയുന്നത് ഒരു ലാസിക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡ്രഗ് ആണ്. ഈ ഡ്രഗ് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക, നമ്മുടെ കിഡ്നിയിലുള്ള ലൂപ്പ് ഓഫ് ഹെൻലെ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ വാട്ടറിന്റെയും സോഡിയത്തിന്റെയും റീഅബ്സോർപ്ഷനെ ഡിക്രീസ് ചെയ്യുന്നു. അതുവഴി കൂടുതലായിട്ടും വാട്ടറും സോഡിയവും എക്സ്ക്രീറ്റ് ചെയ്ത് യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നു. Question number 29. Secondary varicose vein leads to option A, vertigo and fatigue, option B, venous stasis, option C, edema and pigmentation, option D, hirsutism. Varicose vein എന്താണെന്ന് നമുക്ക് നോക്കാം. Varicose vein എന്ന് പറയുന്നത് abnormally dilated tortuous superficial veins ആണ്. ഒരു വ്യക്തിയുടെ വെയിൻസ് അബ്നോർമലി ഡയലേറ്റ് ആവുകയും അത് സ്വെല്ലൻ ചെയ്യുകയും ചെയ്യുന്നു. ഇത് കോമൺ ആയിട്ടും ഉണ്ടാവുന്നത് കൈയിലും കാലിലുമാണ്. ബോഡിയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് നമുക്ക് കാണാം, പക്ഷെ കൂടുതലും കണ്ടുവരുന്നത് കൈകാലുകളിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് ഇൻകോമ്പിറ്റന്റ് വീനസ് വാൽവ്സും രണ്ട് ഒബ്സ്ട്രക്ഷൻ ഇൻ ദ വെയിൻസുമാണ്. ഇൻകോമ്പിറ്റന്റ് വീനസ് വാൽവ്സ് എന്ന് പറയുക വെയിൻസിലുള്ള വാൽവുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ്, അതുമൂലം മുകളിലേക്ക് മൂവ് ചെയ്യുന്ന ബ്ലഡ് ഈ വാൽവുകളിലൂടെ ഈ ഡാമേജിലൂടെ താഴേക്ക് വരുന്നു. അങ്ങനെ ബ്ലഡ് വെസലിൽ കൂടുതലായിട്ടും പ്രഷർ ഉണ്ടാവുകയും വെയിൻസ് ഡയലേറ്റ് ആവുകയും ചെയ്യുന്നു. നമുക്കറിയാം ഗ്രാവിറ്റി താഴേക്കാണ് വലിക്കുക. അപ്പോൾ ഈ വാൽവുകളാണ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ബ്ലഡിനെ വെയിൻസിലൂടെ മുകളിലേക്ക് കടത്തിവിടുക. രണ്ടാമത്തെ കാരണം ഒബ്സ്ട്രക്ഷൻ ഇൻ ദ വെയിൻസ് ആണ്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസി ഒരു എക്സാമ്പിൾ ആണ്. യൂട്രസ് വലുതാവുന്നതനുസരിച്ച് വെയിനുകളിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യപ്പെടുന്നു. ഈ ഒരു പ്രഷർ മുകളിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ബ്ലഡ് കുറച്ച് വെയിനുകളിൽ ഒബ്സ്ട്രക്ട് ചെയ്യാൻ സാധ്യത കൂടുകയും ചെയ്യുന്നു. അത് ടെമ്പററി ആയിട്ട് ഒരു വെരിക്കോസ് വെയിനിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. ഇവിടെ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. വെയിൻ പ്രത്യേക തരത്തിൽ തടിച്ച് സ്വെല്ലനായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വെരിക്കോസിസ്, വെരിക്കോസൈറ്റ്സ് എന്നുള്ള പേരുകളിലെല്ലാം വെരിക്കോസ് വെയിൻ അറിയപ്പെടുന്നു.
വെരിക്കോസ് വെയിൻ രണ്ട് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പ്രൈമറി ആൻഡ് സെക്കൻഡറി വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നു. പ്രൈമറി വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ വെയിൻസിൽ വെരിക്കോസ് വെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഡീപ്പ് വെയിൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നില്ല. എന്നാൽ സെക്കൻഡറി ടൈപ്പ് ഓഫ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് ഡീപ്പ് വെയിൻസിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. വെരിക്കോസ് വെയിൻ കൂടുതലും ഡെവലപ്പ് ചെയ്യുക ഡീപ്പ് വെയിൻസിലാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ടൈപ്പ് ഓഫ് വെരിക്കോസ് വെയിൻസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി ടൈപ്പിൽ ഉണ്ടാവുന്നത് ഒരു ഡൾ ഏക്ക് അനുഭവപ്പെടാം, മസിൽ ക്രാംസ് ഉണ്ടാകാം, മസിൽ ഫാറ്റിക് എക്സ്പീരിയൻസ് ചെയ്യാം, ആങ്കിൾ എഡിമ ഒരു എവിഡൻസ് സൈൻ ആണ്. അതുപോലെ കാലിനുണ്ടാവുന്ന ഹെവിനെസ് ഫീലിംഗും രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന മസിൽ ക്രാംസും അതിനെയാണ് നോക്ടൂറൽ ക്രാംസ് എന്ന് വിളിക്കുക. സെക്കൻഡറി ടൈപ്പിൽ ഉണ്ടാവുന്ന സിംറ്റംസ് എഡിമ, പെയിൻ, പിഗ്മെന്റേഷൻ, അൾസറേഷൻ, അതുപോലെ തന്നെ സസെപ്റ്റബിലിറ്റി ടു ഇഞ്ചുറി ആൻഡ് ഇൻഫെക്ഷൻ. കാലുകൾക്കോ അല്ലെങ്കിൽ എക്സ്ട്രിമിറ്റീസിനോ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം സെക്കൻഡറി വെരിക്കോസ് വെയിൻ ലീഡ്സ് ടു ഡാഷ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി എഡിമ ആൻഡ് പിഗ്മെന്റേഷൻ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. Question number 30. Following the surgical management of varicose vein, which among the following intervention is required? Option A, ROM exercise. Option B, cold application. Option C, Trendelenburg position. Option D, elastic leg compression. Correct answer is option D, elastic leg compression. After surgical management for varicose vein, elastic leg compression must be used. Question number 31. Client with DVT experiencing dyspnea, chest pain and diminished breath sound. Possible diagnosis will be option A, pericarditis, option B, pneumothorax, option C, pulmonary embolism, and option D, mediastinal tumor. Correct answer is pulmonary embolism. When a patient with DVT experiencing dyspnea, chest pain and diminished breath sound, it signals the possibility of pulmonary embolism. Question number 32. Increased hydrostatic pressure and chronic venous status lead to option A, dilation of veins, option B, pitting edema, option C, noctural calf muscle cramps, option D, decreased blood supply to the feet. Correct answer is option C, noctural calf muscle cramps. Question number 33. Identify correct statement regarding the management of varicose vein. Option A, exercise helps the client. Option B, elevate the legs. Option C, lying down can relieve the symptoms. And option D, all the above. Correct answer to this question is option D, all the above. Question number 34. Surgical management of varicose vein is called option A, embolization. Option B, cold therapy. Option C, ligation and stripping. Option D, coil occlusion. Correct answer is option C, ligation and stripping. Surgical management of varicose vein എന്ന് പറയുന്നത് ligation and stripping എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകളുടെ അപ്ഡേഷനും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ നോട്ടിഫിക്കേഷനും ഈ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. Thank you for watching this class.